നമ്മളിന്ന് ഷോൾഡർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ വർക്കൗട്ടിൻ്റെ സിമ്പിളായിട്ട് ഡമ്പൽ വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഷോൾഡർ വർക്കൗട്ട് നല്ല രീതിയിൽ പമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് അതുപോലെ സൈഡ് അതുപോലെ ഈ ബാക്ക് കിട്ടാൻ നല്ല വർക്കൗട്ടാണ്. 5 വർക്കൗട്ടാണ് നമ്മൾ ഷോൾഡർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട വർക്കൗട്ടാണ് നമ്മൾ കാണിച്ചത്. 5 വർക്കൗട്ട് കാണിച്ചത്. ഫസ്റ്റത്തെ വർക്കൗട്ട് ഷോൾഡർ ഡമ്പൽ പ്രസ് ആണ്. നമ്മുടെ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് വേണ്ടിയുള്ള വർക്കൗട്ടാണ്. നമ്മൾ ഒന്നില്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ഇരിക്കുക, ഇല്ലെങ്കിൽ ചെയർ സപ്പോർട്ട് അതിന് വെക്കുക. നോർമൽ ചെയ്തതിനു ശേഷം ഡമ്പൽ എടുക്കുക. നോർമൽ വെയിറ്റ് എടുത്ത ശേഷം ചെയ്യുക. നമ്മൾ ഡമ്പൽ 90 ഡിഗ്രി ആംഗിളിൽ പിടിക്കുക. എന്നുണ്ടെങ്കിൽ ആംഗിളിൽ പിടിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡമ്പൽ എൽബോ നമ്മുടെ ഈ കൈയിൻ്റെ മുട്ട് കണ്ട കൈയിൻ്റെ മുട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ബാക്കിലോട്ട് നിൽക്കാതെ ഫ്രണ്ടിലോട്ട് നിർത്തിയ ശേഷം മുകളിലോട്ട് ഫുള്ളായി പൊക്കുക. എന്നിട്ട് എന്തിനാ സ്ലോ ആയിട്ട് നമ്മൾ ഇറക്കണം. സ്പീഡിൽ ഇറക്കിയത് സ്ലോ ആയിട്ട് ഇറക്കണം. നമ്മുടെ കൈയിൻ്റെ മുട്ട് ഫ്രണ്ടിലോട്ട് തന്നെ ഇറങ്ങണം. പൊക്കുക, സ്ലോ ആയിട്ട് ഇറക്കണം. ഇതാണ് ഡമ്പൽ പ്രസ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇവിടെ ഈ ഭാഗത്ത് നല്ല രീതിയിൽ പമ്പ് കിട്ടുന്നത് ഈ ഭാഗത്തിനാണ് കേട്ടോ. ഇത് 15 വെച്ചിട്ട് 4 റൗണ്ട് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ വർക്കൗട്ട് നമ്മൾ ഇരുന്നിട്ട് തന്നെ നമ്മൾ ചെയ്യണേ. ഇരുന്നിട്ടുള്ള ലാറ്ററൈസ് പറയും. ലാറ്ററൈസ് പറഞ്ഞാൽ നമ്മുടെ ഈ സൈഡ് ഭാഗത്തിന് വേണ്ടിയിട്ടും ഈ ഭാഗത്തിന് വേണ്ടിയുള്ള ലാറ്ററൈസ് പറയും. ഇരുന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണേ. ഇതുപോലെ ഡമ്പൽ എടുക്കണം. ഡമ്പൽ എടുത്തിട്ട് കാലാണ് 90 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ തന്നെ വയ്ക്കുക. ചെസ്റ്റ് ബോഡി സ്റ്റഡി ആയിട്ടിരിക്കുക. ഡമ്പൽ നമ്മൾ ഈ ഭാഗത്ത് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഈ കാലിൽ ഇവിടെ വയ്ക്കുക. ചെസ്റ്റ് നോർത്തി പിടിക്കുക. കണ്ട കൈ ഇങ്ങനെ ഒന്ന് കണ്ട ചെറിയ ഫ്രണ്ടിലോട്ട് ബെൻഡായിട്ട് ഇങ്ങനെ ഇറക്കണം. സ്ലോ ആയിട്ട് ഇറക്കുക. കണ്ട പൊക്കുക, സ്ലോ ആയിട്ട് ഇറക്കുക. കണ്ട അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, 15 വെച്ചിട്ട് 4 റൗണ്ട് ചെയ്താൽ നല്ല രീതിയിലുണ്ടോ. ഇവിടെ നല്ല രീതിയിൽ പമ്പ് കിട്ടും ഈ ഭാഗത്ത് കേട്ടോ. ഇത് 4 റൗണ്ട് 15. മൂന്നാമത്തെ എക്സസൈസ് നമ്മൾ ഫ്രണ്ട് റൈസ് പറയും. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ ഈ ഭാഗത്തുണ്ടോ, ഷോൾഡറിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തിനാണ്. അതുപോലെ ഡമ്പൽ എടുക്കുക. ഡമ്പൽ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡമ്പൽ എടുത്ത് സ്ട്രേറ്റ് ആയിട്ട് ബോഡി സ്ട്രേറ്റ് ആയിട്ട് 90 ഡിഗ്രി ആംഗിൾ കറക്റ്റാണ് ഇരുന്ന ശേഷം ചെസ്റ്റ് നോർത്തി പിടിക്കുക. എന്നിട്ട് ഡമ്പൽ എന്ത് ചെയ്യാം, നേരെ ഫ്രണ്ടിലോട്ട് കണ്ടോ, ഫ്രണ്ടിലോട്ട് നിർത്തുക. സ്ലോ ആയിട്ട് ഇറക്കുക. കണ്ടോ, ഫ്രണ്ടിലോട്ട് പോവുക, സ്ലോ ആയിട്ട് ഇറക്കുക. കണ്ടോ, നമ്മൾ എന്ത് ചെയ്യുക, കൈ സ്റ്റഡി ആവാതെ ചെറിയൊരു ബെൻഡായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കണ്ടോ, സ്ലോ ആയിട്ട് തന്നെ ചെയ്യുക. ഇതും 15 വെച്ചിട്ട് 4 റൗണ്ട് ചെയ്താൽ നല്ല രീതിയിൽ ഇവിടെ നല്ല പമ്പ് വരും കേട്ടോ. നാലാമത്തെ എക്സസൈസ് നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ബാക്ക് ഭാഗം അത് എല്ലാവർക്കും വീക്കുള്ള മസിലാണ്. അപ്പോൾ അത് എങ്ങനെ നല്ല രീതിയിൽ ഡമ്പൽ വർക്കൗട്ടിൽ എങ്ങനെ ചെയ്യാൻ കാണിച്ചാൽ ഇതുപോലെ തന്നെ നമ്മൾ ഇരിക്കുക. ഇരുന്ന ശേഷം നമ്മൾ ചെയ്യുക, ഡമ്പൽ എടുക്കുക. ഡമ്പൽ എടുത്ത ശേഷം നമ്മൾ ബോഡി എന്ത് ചെയ്യും, സ്റ്റഡി ആയ ബോഡി നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് ഇങ്ങനെ കൊടുന്ന് നിർത്തുക. കൊടുന്ന് നിർത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡമ്പൽ ഒരിക്കലും ഇങ്ങനെയല്ല ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ പിടിക്കുക. കണ്ടോ, ഇങ്ങനെ പിടിച്ച ശേഷം എന്ത് ചെയ്യുക, ബാക്കിലോട്ട് കണ്ടോ, സ്റ്റഡി ആയിട്ട് ബാക്കിലോട്ട് ഉണ്ടോ അങ്ങനെ കൊടുക്കുക. കണ്ടോ, സ്ലോ ആയിട്ട് ഇറക്കുക. ബാക്കിലോട്ട് നേരെ ബാക്കിലോട്ട് കൊടുക്കുക. ഇതും 15 വെച്ചിട്ട് 4 റൗണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ നല്ല രീതിയിലൂടെ പമ്പ് കിട്ടും കേട്ടോ. 5ാമത്തെ വർക്കൗട്ട് ഒരു സൂപ്പർ സെറ്റ് വർക്കൗട്ടാണ്. ഡമ്പൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഇരുന്നിട്ട് തന്നെ ഫുള്ള് വർക്കൗട്ട്. ഇരുന്ന ശേഷം 90 ഡിഗ്രി ആംഗിൾ എടുക്കുക.